ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാനാണ് വന്നത് കേട്ടോ. അപ്പോൾ കുറേ ദിവസത്തേക്ക് ശേഷമാണ് ഇന്ന് വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് പറയുന്ന ഒരു ചെറിയ വീഡിയോ ചെയ്യാനാണ് വന്നത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ ഗൈസ്, ഞങ്ങളുടെ ചക്ക ഉണ്ടാവും. ഇതാണ് എൻ്റെ വീടിൻ്റെ ഒരു ഓവറാൾ വ്യൂ. ഗൈസ്, അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വച്ചിരിക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ. അത് നല്ല പടർന്ന് കയറും. ഒരു ചെറിയ കുഞ്ഞു പൂവാണ്, ചുവന്ന പൂവാണ് കേട്ടോ പറഞ്ഞത്. നല്ല രസമാണ് അത് കാണാൻ വേണ്ടി. അപ്പോൾ പിന്നെ സൈഡിലോട്ട് വച്ചിരിക്കുന്നതും കുറച്ച് ചെടിയൊക്കെയാണ്. അപ്പോൾ അത് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അതെന്ന് പറയുന്നത് പുളിഞ്ചിക്ക അങ്ങനത്തെ സംഭവം ചെടികളും പിന്നെ എന്തോന്ന് ഇതെന്ന് പറഞ്ഞാൽ പുറത്ത് വഴി സൈഡിൽ നിൽക്കുന്ന കുറച്ച് ചെടികൾ അങ്ങനെയൊക്കെ. അപ്പോൾ ചെടികൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഇതാണ് കേട്ടോ ആന്തൂറിയം എന്ന് പറയുന്നത്. ഒരു ചെറിയ വ്യൂ ആണ് കേട്ടോ, കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ വീടിൻ്റെ മുകളിലാണ് ഇഷ്ടംപോലെ ചതുരപ്പയർ പടർന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ആ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കൃഷി കാഴ്ചകൾ കാണാം. അപ്പോൾ ഗൈസ്, ഇത് കാണുന്നുണ്ടോ? ഇതിൻ്റെ ഈ സംഭവം എന്ന് പറയുന്നത് കത്തിരിക്കയാണ് കേട്ടോ. ഇത് ചീര, ഇത് മുളക്, നീണ്ട മുളക് ഉണ്ടല്ലോ, അതാണ് കേട്ടോ. പിന്നെ ഇവിടെ ബോഞ്ചിക്ക ഉണ്ടല്ലോ, അതിവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഇതാണ്. ഇത് അമ്മയുടെയും പപ്പയുടെയും കൃഷിയാണ് കേട്ടോ. അപ്പം അവരാണെങ്കിൽ കൂടുതൽ ചെയ്യുന്നത്. പിന്നെ ഇത് നല്ല പൂവ് വിരിഞ്ഞ് നിൽക്കുന്ന ടൈമാണ്. ഇനി മാത്രം തന്നെ അത് കായ്ച്ചു വരും. ചതുരപ്പയർ, നമ്മുടെ ചിപ്പി കക്ക ഉണ്ടല്ലോ, അതിലൊക്കെ ഇട്ട് കഴിക്കാൻ നല്ല രസമാണ്. ഈ സീസണിലാണ് ഇതുണ്ടാവുന്നത്. ഇപ്പം ഇവിടെ ഫുള്ളും ചതുരപ്പയറിൻ്റെ പൂ കൊഴിഞ്ഞ് കിടക്കുന്ന കാഴ്ചയാണ്. ഇഷ്ടംപോലെ കൊഴിഞ്ഞ് കിടക്കുന്നുണ്ട്. നമുക്ക് അപ്പോൾ ഇവിടെ നിന്നായാലും കയ്യെത്തണ ദൂരേ ഉള്ളൂ ഗൈസ്, നമുക്കത് പറിച്ചെടുക്കാൻ വേണ്ടി. അപ്പം നല്ല ഭംഗിയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ പണി നടക്കണം കേട്ടോ, അതിൻ്റെ ഒച്ചയാണ്. അപ്പം നമുക്ക് വെണ്ട കാണണ്ടേ? ഇതാണ് കേട്ടോ വെണ്ട. അത് ചെറുതായിട്ട് വളർന്നു വരുന്നതേ ഉള്ളൂ. പൂത്തിരിക്കുന്നുണ്ടോ? പൂത്ത് വരുന്നതേ ഉള്ളൂ. പൂ കാണുന്നുണ്ടോ ഗൈസ്? പിന്നെ നമ്മളാണെങ്കിൽ വെള്ളമൊക്കെ എടുക്കുന്നത് ഈ ടാങ്കിൽ നിന്നാണ്. ഈ ടാങ്കിൽ നിന്ന് എടുത്ത് കോരി വീത്തണം. അത് കുറച്ച് പാടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഞാൻ ചെയ്യൂല കേട്ടോ. റോസാപ്പൂ വൈറ്റാണ്, വൈറ്റ്. ഈ റെഡ് ഉണ്ടായിരുന്നു, അതിപ്പോൾ കാണുന്നില്ല. അത് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. കണ്ട, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അപ്പോൾ ഗൈസ്, ഇതാണ് ഇവിടുത്തെ കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് വളമൊക്കെ ഇട്ട് കൊടുത്താൽ മാത്രമേ ഇത് ഉണ്ടാവൂ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ കൃഷി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് ചെയ്യുക കേട്ടോ. ഇപ്പോൾ വെണ്ടയുടെ പൂ കാണിച്ചു തരാം. അത് പൂത്ത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്.
ഇതാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ, ചുവപ്പ് സാധനം പോലെ നടുക്കുണ്ട്, പൂമ്പൊടി ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ ചീരയൊക്കെ നന്നായിട്ട് പൊടിച്ച് വന്നാൽ മാത്രമേ നമുക്കതിൽ തോരനൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ അതിന് വേണ്ടി വെള്ളമൊക്കെ അതിന് കൊടുത്താൽ മാത്രം, ഇപ്പം നമുക്ക് വെള്ളം ഉണ്ടെങ്കിലല്ലേ നമുക്ക് വളരാൻ പറ്റും, അതുപോലെ അതിനും വെള്ളം കൊടുക്കാം, എങ്കിൽ മാത്രം തന്നെ അത് വളരും കേട്ടോ ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ. പിന്നെ ഒരു സാധനം കാണിച്ചു തരാൻ ഞാൻ മറന്നുപോയി, അതെന്ന് പറയുന്നത് പയർ 2 ടൈപ്പ് ഇവിടെ ഉണ്ട്. ഈ പയർ ബീൻസ് പോലത്തെ ബീൻസ് അല്ല, ബീൻസ് ആണല്ലേ, ആ സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അത് ഇവിടെ ഉണ്ട്. അപ്പം ഇത്രയാണ് ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ചെയ്യുമ്പോൾ ചെടി ഒക്കെ കാണിച്ചു തരാം, ചെടി കൊച്ചു കൊച്ചു പൂക്കളും അങ്ങനത്തെ സംഭവങ്ങൾ കാണിച്ചു തരാം. സമയമില്ലാത്തതുകൊണ്ടാണ് വീഡിയോ വരാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ടാറ്റാ ബൈ. അപ്പോൾ മറക്കല്ലേ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റാ ബൈ, സീ യു. ഓക്കെ.